ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ആറ്റുവാള വെച്ച് സിമ്പിളായിട്ട് തേങ്ങാപ്പാൽ കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ. ഈ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ സവാള, ഒരു പച്ചമാങ്ങ, 4 പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ കഷ്ണം, 2 തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി. പിന്നെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മീൻ ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ നോക്കിയാലോ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ചേർത്ത് മിക്സുകളിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് മാറ്റി വെച്ചിരിക്കുന്ന 2-ാം പാലാണ്. ഈ 2-ാം പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇനി നമ്മളിത് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും തേച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തള വന്നതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കറി ഇപ്പോൾ കുറുക്കി വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 1-ാം പാൽ ഒഴിച്ചിട്ട് നമ്മുടെ മീനുകൾ ഉടയാത്ത രീതിക്ക് വേണം നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കാനായിട്ട്. കയ്യിൽ കൊണ്ട് ഇളക്കിയില്ലെങ്കിൽ നമുക്ക് തുണി കൊണ്ട് ചട്ടി ചുറ്റിച്ചിട്ടായാലും നമുക്ക് 1-ാം പാൽ മിക്സ് ആക്കാവുന്നതാണ്. ഈ 1-ാം പാൽ നല്ലതുപോലെ തിളയ്ക്കുന്നതിന് മുമ്പ് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മീൻ കറിയിലേക്ക് വേണ്ട വറവ് ശരിയാക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി നമുക്കിട്ട് മൂപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള തേങ്ങാപ്പാൽ കൊണ്ട് വയ്ക്കുന്ന വാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.